ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥുല മിസ് ആണ്. സോ നമ്മുടെ എക്സാം ഒക്കെ എത്താറായി കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പോൾ എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഈ കൊല്ലത്തിൽ ഓൾ പാസ് ഉണ്ടാവില്ല അല്ലെ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചുകൊണ്ട് തന്നെ വേണം, ഇനി വളരെ കുറഞ്ഞ സമയമാണ് മുമ്പിലുള്ളത്. ആ സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാനായിട്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു മിനിമം മാർക്കോട് കൂടി പാസ്സാവുന്നവർക്ക് മാത്രമേ 10ാം ക്ലാസ്സിലേക്ക് SSLCയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ഗൗരവത്തോട് കൂടി തന്നെ എന്റെ കുട്ടികൾ പഠിച്ചു തുടങ്ങുക. അപ്പൊ നമ്മുടെ കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത്. ഈ ഒരു നോൺ മെറ്റൽസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും റെഡി ആണെങ്കിൽ പേപ്പറും പെയിനും ഒക്കെ എടുത്ത് റെഡി ആവാ. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചില ഗ്യാസസ് ആർ ഗിവൺ ബിലോ ഇൻ ദ ഫോളോയിങ് ബോക്സ്. ഒരു ബോക്സിന്റെ അതിൽ കുറച്ച് വാതകങ്ങളെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എടുത്ത് എഴുതാം. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. നോക്കിക്കേ, ഏതൊക്കെ ഗ്യാസുകളെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ക്ലോറിൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. അതായത് നോൺ മെറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഗ്യാസുകളെയൊക്കെ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി വിച്ച് ഗ്യാസ് ഇസ് ഫോംഡ് ഇൻ ദ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് KMnO4? ആരെ KMnO4 കണ്ടിട്ടുണ്ടോ ഇവന് എവിടെയെങ്കിലും? KMnO4 എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പൊ തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചൂടിനെ അബ്സോർബ് ചെയ്തിട്ട്, ഹീറ്റിനെ അബ്സോർബ് ചെയ്തു, ചൂടിനെ ആഗിരണം ചെയ്തിട്ട് ഡീകമ്പോസിഷൻ നടക്കുകയാണ്, വിഘടനം നടക്കുകയാണ്. ചുമ്മാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ മക്കളെ ചെയ്യുന്നത്? നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ എടുത്തിട്ട് ചൂടാക്കുകയാണ് അല്ലെ, ഹീറ്റ് ചെയ്യുകയാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഗ്യാസ് ആണ് കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ തന്നെ വേഗം പറഞ്ഞേ, പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്താൽ നമുക്ക് ഏത് ഗ്യാസാണ് കിട്ടുക? ഇവിടെ എങ്ങനെയാ റിയാക്ഷൻ നടക്കുന്നത് ഓർമ്മയുണ്ടോ? പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ എടുത്ത് ചൂടാക്കുമ്പോ നമുക്ക് ആരൊക്കെ കിട്ടുക? K2MnO4 എന്ന് പറയുന്ന പൊട്ടാസ്യം മാംഗനേറ്റിനെ കിട്ടും. ആരെയാ മക്കളെ കിട്ടാം? പൊട്ടാസ്യം മാംഗനേറ്റിനെ കിട്ടും. ഇത് കൂടാതെ തന്നെ മറ്റൊരാളെ കിട്ടും, അവരാണ് മാംഗനീസ് ഡയോക്സൈഡ്. അപ്പൊ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കിയപ്പോ പൊട്ടാസ്യം മാംഗനേറ്റ് കിട്ടി, മാംഗനീസ് ഡയോക്സൈഡ് കിട്ടി. ഇതിന്റെ ഒപ്പം നമുക്ക് കിട്ടുന്ന ഗ്യാസ് ആണ് ഓക്സിജൻ. നമ്മളെ ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഓക്സിജൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ ആരെയാണ് മക്കളെ? O2 ഓക്സിജനെയാണ് നമുക്ക് കിട്ടുന്നത്, ഒന്നാമത്തത്. ഇനി അടുത്തത്, വിച്ച് ഗ്യാസ് ഇസ് യൂസ്ഡ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ? അതായത് ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നത് ഏത് വാതക? ഇപ്പൊ ചില സമയത്ത് നമ്മുടെ വീട്ടിൽ വെള്ളം വരുമ്പോ, പൈപ്പിലെ വെള്ളം വരുമ്പോ നമ്മൾ പറയും, അമ്മ പറയും, അമ്മേ ഭയങ്കര ക്ലോറിന്റെ മണാണ്, ഭയങ്കര വൃത്തികെട്ട സ്മെല്ലാണ്, ഭയങ്കര ചൊവയാണ്, തലയിൽ ഒഴിക്കല്ലേ, അല്ലെങ്കിൽ അത് കഴിക്കാൻ എടുക്കണ്ട, ഭക്ഷണം പാകം ചെയ്യാൻ എടുക്കണ്ട എന്ന് പറയും അല്ലെ. അപ്പം അതിനെ ഉള്ളിലും ആഡ് ചെയ്യുന്ന ആരെയാണ്? എന്തിന്റെ സ്മെല്ലാണെന്നാ പറയാറുള്ളത്? ക്ലോറിന്റെ സ്മെല്ലാണ്. എന്തിനാ വെള്ളത്തിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യുന്നത്? ക്ലോറിന് ആന്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് അല്ലെ. നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്ന ആള് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ, ജലത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ആളാണ്. അപ്പൊ വാട്ടർ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ ജലശുദ്ധീകരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ആളെന്ന് പറയുന്നത് Cl2 അഥവാ ക്ലോറിൻ ഗ്യാസ് ആണ്. റെഡി? ഇനി which element is essential for the growth of plants? ചെടികളുടെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള ആരാണ് മക്കളെ? ചെടികളുടെ വളർച്ചയ്ക്ക് നമുക്ക് ആരെയാ വേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എല്ലാ പ്ലാന്റ്സിനും വളരണമെങ്കിൽ ഒരാള് വേണം. അതാരാ? എല്ലാ പ്ലാന്റ്സിനും വളരണമെങ്കിൽ ഒരാള് വേണം. അയാളാണ് നമ്മുടെ നൈട്രജൻ അല്ലെ. നൈട്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചെടികൾക്ക് നന്നായി വളരാൻ സാധിക്കൂ. അതുകൊണ്ടാണ് അമോണിയ അടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനി അടുത്തത്, വിച്ച് ഈസ് ദ ഇൻഫ്ലേമബിൾ ഗ്യാസ് ഒബ്റ്റൈൻഡ് ഡ്യൂറിംഗ് ദ ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ? ജലത്തെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ നമുക്ക് കിട്ടുന്ന കത്തുന്ന വാതകം ഏതാ? ഇൻഫ്ലേമബിൾ ഗ്യാസ്. ആ ഒരു ഒറ്റ പേര് കേട്ടാൽ തന്നെ എന്റെ കുട്ടികൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഇൻഫ്ലേമബിൾ ഗ്യാസ് അല്ലെങ്കിൽ കത്തുന്ന വാതകം എന്ന് പറഞ്ഞാൽ അത് ഹൈഡ്രജൻ ആണ് മക്കളെ. H2O എന്ന് പറയുന്ന വാട്ടറിനെ നമ്മൾ ഇലക്ട്രോലൈസിസ് ചെയ്ത് കഴിഞ്ഞാൽ
ഇലക്ട്രോലൈസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടുക? ഇലക്ട്രോലൈസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക. ഒന്ന് നമുക്ക് ഹൈഡ്രജൻ ഗ്യാസും കിട്ടും, പിന്നെ ഓക്സിജൻ ഗ്യാസും കിട്ടും. അപ്പൊ ഇതില് ഇൻഫ്ലേമബിൾ ഗ്യാസ് അല്ലെങ്കിൽ കത്തുന്ന വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഓക്സിജൻ അപ്പൊ ആരാ? ഓക്സിജൻ ഈസ് എ ഗ്യാസ് ദാറ്റ് ഹെൽപ്സ് ഇൻ കമ്പഷൻ, അല്ലെ? കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. തിരിഞ്ഞു പോവരുത്. അപ്പൊ ഇൻഫ്ലേമബിൾ ഗ്യാസ് ആരാ മക്കളെ? ഹൈഡ്രജൻ ആണ്. കണ്ടോ, 4 മാർക്കിന്റെ ചോദ്യമാണ് നമ്മൾ ഈസി ആയിട്ട് ചെയ്തത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് ഹീറ്റഡ് ഇൻ എ ബോയിലിംഗ് ട്യൂബ്. നമ്മൾ എന്ത് ചെയ്തു? ഒരു ബോയിലിംഗ് ട്യൂബ് എടുത്തു. ഒന്നും കൂടെ വരയ്ക്കാം. ഒരു ബോയിലിംഗ് ട്യൂബ് എടുത്തു. ഇതിൽ കുറച്ച് KMnO4 അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നമ്മൾ ചൂടാക്കുകയാണ്. ആയിക്കോട്ടെ, ചൂടാക്കാം, അല്ലെ? നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ഈസ് ഇൻസേർട്ടഡ് ടു ദ മൗത്ത് ഓഫ് ബോയിലിംഗ് ട്യൂബ്. റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ. ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന തീപ്പെട്ടിക്കൊള്ളി നമ്മൾ എന്ത് ചെയ്യുക? ഈ ബോയിലിംഗ് ട്യൂബിന്റെ ഉള്ളിലേക്ക് കാണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ നിരീക്ഷണം? എന്താ സംഭവിക്കുക? പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കുമ്പോൾ ഏത് ഗ്യാസാ വരിക? വിച്ച് ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഹിയർ? ഏത് വാതകമാണ് ഇവിടെ പുറത്തേക്ക് വന്നത്? നമ്മളിപ്പോ ഓൾറെഡി കണ്ടു. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കുമ്പോൾ നമുക്ക് ഓക്സിജൻ ഗ്യാസിനെ കിട്ടും. ആരെയാണ് കിട്ടുക? ഓക്സിജൻ വാതകത്തെ കിട്ടും. ഈ ഓക്സിജൻ വാതകം എന്തിനാ സഹായിക്കുക? ഹെൽപ്സ് ഇൻ കമ്പഷൻ, അല്ലെ? ജ്വലനത്തിന് സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അപ്പൊ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കുമ്പോൾ ഓക്സിജൻ ഗ്യാസ് പുറത്തേക്ക് വരും. അങ്ങനെ നമ്മളൊരു എരിയുന്ന ചന്ദനത്തിരിയോ അല്ലെങ്കിൽ തീപ്പെട്ടിക്കൊള്ളിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക മക്കളെ? ഇറ്റ് ഫ്ലേസ് അപ്പ്. ഇത് ആളിക്കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? അത് ആളിക്കത്തും. ഓക്സിജന്റെ പ്രസൻസ് കൊണ്ട് ഇത് ആളിക്കത്തുന്നു അല്ലെങ്കിൽ ഇറ്റ് ഫ്ലേസ് അപ്പ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്സിജന്റെ പ്രസൻസ് കൊണ്ടാണ്. ഇനി ഓക്സിജന് പകരം അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ, തീ കെടുത്താൻ സഹായിക്കുന്ന വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു റിലീസ് ചെയ്യപ്പെട്ടിരുന്നതെങ്കിൽ നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി കെട്ടുപോയത്. കാരണം തീ കെടുത്തുന്ന ആളാണ് കാർബൺ ഡൈ ഓക്സൈഡ്. റെഡി? സെറ്റ് ആണോ? യെസ്. അടുത്തൊരു ചോദ്യം നോക്കാം. നോക്കിക്കോ. What are the chemicals required to prepare chlorine gas in the laboratory? പരീക്ഷണശാലയിൽ ക്ലോറിൻ നിർമ്മിക്കാൻ വേണ്ടത് ആരൊക്കെയാണെന്നാണ്. പരീക്ഷണശാലയിൽ ക്ലോറിൻ നിർമ്മിക്കണമെങ്കിൽ 2 ആൾക്കാരെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ഒന്നാമത്തെ ആളാണ് KMnO4 അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. രണ്ടാമത്തെ ആളാരാ? രണ്ടാമത്തെ ആളാണ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഒരു ബോയിലിംഗ് ട്യൂബ് എടുത്ത് അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇടുന്നു. അതിലേക്ക് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ഒഴിച്ച് നമ്മൾ ചൂടാക്കും. അങ്ങനെ ചൂടാക്കുമ്പോഴാണ് നമുക്ക് ക്ലോറിൻ ഗ്യാസിനെ കിട്ടുന്നത്. അടുത്ത ചോദ്യം. ക്ലോറിൻ ഗ്യാസ് ഈസ് കളക്ടഡ് ബൈ പാസിംഗ് ഇറ്റ് ത്രൂ വാട്ടർ. വൈ? മക്കളെ, ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ക്ലോറിൻ ഗ്യാസിനെ നമ്മൾ ആദ്യം വെള്ളത്തിലൂടെ കടത്തിവിടാറുണ്ട്, വാട്ടറിലൂടെ പാസ് ചെയ്യിക്കാറുണ്ട്. എന്തിനാണെന്നാണ് മക്കളെ? നമ്മുടെ ബോയിലിംഗ് ട്യൂബ്, നമ്മുടെ ട്യൂബ് ഇതാണ്. ഈ ട്യൂബിൽ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റും എടുത്തു, HCl എടുത്ത് ഹീറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ വന്ന് ക്ലോറിൻ ഗ്യാസ് പുറത്തേക്ക് വരും. നമ്മുടെ ക്ലോറിൻ ഗ്യാസ് പുറത്തേക്ക് വരുമ്പോൾ ക്ലോറിൻ ഗ്യാസിന്റെ ഒപ്പം മറ്റൊരാളും കൂടി പുറത്തേക്ക് വരും. അതാരാ? ഹൈഡ്രജൻ ക്ലോറൈഡ് അല്ലെങ്കിൽ HClന്റെ വേപ്പേഴ്സ് ഓഫ് HCl അല്ലെങ്കിൽ HClഉം കൂടെ ഹൈഡ്രജൻ ക്ലോറൈഡ് കൂടെ നമ്മുടെ ക്ലോറിൻ ഗ്യാസിന്റെ ഒപ്പം പുറത്തു വരും. നമുക്ക് ഇവനെ വേണോ? HClന്റെ വേപ്പേഴ്സിനെ നമുക്ക് വേണോ? നമുക്ക് വേണ്ട, നമുക്ക് ക്ലോറിനെ മാത്രം മതി. അപ്പോൾ ഈ HClനെ റിമൂവ് ചെയ്യാൻ, ടു റിമൂവ് HClനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വാട്ടറിലൂടെ ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിടുന്നത്. അപ്പോൾ വെള്ളത്തിലൂടെ എന്തിനാ ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിടുന്നത്? ടു റിമൂവ് HClനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മിസ് എഴുതാം, ടു റിമൂവ് ട്രേസസ് ഓഫ് HCl. കുറച്ച് HCl ഉണ്ടാവുള്ളൂ, ആ HCl നീക്കം ചെയ്യാം. ഇനി അടുത്തത്, ഇതിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടും. എന്തിനു വേണ്ടിയിട്ടാ മക്കളെ? ക്ലോറിനെ നമ്മൾ എന്തിനാ വാട്ടറിലൂടെ കടത്തിവിട്ടത്? HClനെ നീക്കം ചെയ്യാം. അങ്ങനെ ക്ലോറിനെ വെള്ളത്തിലൂടെ കടത്തിവിട്ട് കഴിയുമ്പോൾ പുറത്തു വരുന്ന ക്ലോറിൻ ഗ്യാസിന്റെ ഒപ്പം കുറച്ച് വാട്ടർ മോളിക്യൂൾസും കാണും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ ഹീറ്റ് ചെയ്ത് ക്ലോറിൻ ഗ്യാസിനെ ഉണ്ടാക്കി. ഈ ക്ലോറിൻ ഗ്യാസിന്റെ ഒപ്പം കുറച്ച് HCl വേപ്പേഴ്സ് ഉണ്ട്. ഈ HCl വേപ്പറിനെ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ അവനെ വാട്ടറിലൂടെ കടത്തിവിട്ടു. വാട്ടറിലൂടെ കടത്തിവിട്ട് കഴിയുമ്പോൾ പുറത്തു വരുന്ന ക്ലോറിൻ ഗ്യാസിന്റെ ഒപ്പം ചില വാട്ടർ വേപ്പേഴ്സ്, ജലതന്മാത്രകളുണ്ട്. ഇതിനെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്
നമ്മൾ അതിനെ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നത്. കാരണം സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഡ്രൈയിങ് ഏജന്റ് ആണ്, അല്ലെ, ഒരു ശോഷകാരകമാണ്. ഈ ക്ലോറിൻ ഗ്യാസിന്റെ ഒപ്പം വരുന്ന വാട്ടറിനെ, ജലാംശത്തെ നീക്കം ചെയ്യാൻ സൾഫ്യൂരിക് ആസിഡ് നമ്മളെ സഹായിക്കും. അങ്ങനെ സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് പുറത്തു വരുന്നത് ക്ലോറിൻ ഗ്യാസ് മാത്രമായിരിക്കും. നമുക്ക് വേണ്ട ക്ലോറിൻ ഗ്യാസിനെ നമുക്ക് കിട്ടും. അപ്പൊ ക്ലോറിനിന്റെ പ്രിപ്പറേഷനിൽ നിന്നാണ് മൊത്തം ക്വസ്റ്റ്യനും വന്നിട്ടുള്ളത്, അല്ലെ? ക്ലിയർ ആയോ എന്റെ കുട്ടികൾക്ക്? അപ്പോൾ ഏത് രീതിയിലാണ് ഏകദേശം ക്വസ്റ്റ്യൻ വരെ എന്നൊരു ഐഡിയ എന്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിന്റെ ബാക്കി കാര്യങ്ങളും നമ്മുടെ ചാപ്റ്ററിന്റെ മുഴുവൻ തിയറീസും ഇമ്പോർട്ടന്റ് ഡിസ്കഷൻസും ഒക്കെ ആയിട്ട് ബുധനാഴ്ച വൈകിട്ട് കൃത്യം 7 മണിക്ക് മിസ് വരും. അതായത് 22-ാം തീയതി എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഉണ്ടാവണം. ഇതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി ഇതേപോലെ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വീഡിയോ വേണ്ടത് എന്ന് തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം എന്റെ കുഞ്ഞുങ്ങൾ. അതനുസരിച്ച് മിസ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ തരുന്നതായിരിക്കും. സോ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ.